35 പൗണ്ടിൻ്റെ പെർഫ്യൂം നമുക്ക് 9.90 അത് 10 പൗണ്ടിന് തരുന്നു. 110 പൗണ്ടിൻ്റെ ഷൂ ആണ് 33 പൗണ്ട്. 28 പൗണ്ടിന് ഒറിജിനൽ പ്രൈസ് ആണ്. ഔട്ട്ലെറ്റ് പ്രൈസ് വന്നിട്ട് 18 പൗണ്ട്. ഇനി 200 പൗണ്ട്സിന് സംതിങ് ആയി. പക്ഷെ എനിക്കിത് കിട്ടിയത് വെറും 45 പൗണ്ട്സിനാണ്. ഹലോ മൈ ക്യൂട്ടീസ്, ഇറ്റ്സ് മീ ധീരജ അബു സീക്രറ്റ്സ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ബിക്കോസ് ഗേൾസ് എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഷോപ്പിംഗ്. അതും ഭയങ്കര ഹൈ ബ്രാൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ വളരെ ചീപ്പസ്റ്റ് പ്രൈസിൽ കിട്ടുന്ന ലണ്ടൻ, അത് UK വൺ ഓഫ് ദ മോസ്റ്റ് ബിഗ്ഗസ്റ്റ് പ്ലേസ് ആണ് ആഷ്ഫോർഡിലുള്ള ഡിസൈനർ ഔട്ട്ലെറ്റ് എന്ന് പറയും. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത്. എനിക്കിതിനുള്ളിൽ എന്തൊക്കെയുണ്ട് എന്നൊന്നും അറിയത്തില്ല. ഒരുപാട് ബ്രാൻഡ്, അഡിഡാസ്, പ്യൂമ, പിന്നെ പോരാത്ത പൂമ, ഗുച്ചി, കുറേ ബ്രാൻഡുകൾ എൻ്റെ ചുറ്റും ഇങ്ങനെ ഉണ്ട്. ഒരു സൈഡിൽ നിന്ന് തുടങ്ങണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും വാങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല. ബിക്കോസ് നമ്മുടെ കയ്യിൽ നോ മണി നോ ഹണി. പക്ഷെ നമുക്ക് കയറി നോക്കുന്നതിലും ഈ വീഡിയോ നിങ്ങളിൽ എത്തിക്കുന്നതിലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. 1:30 ഞങ്ങളിവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ ഓരോ സൈഡിൽ നിന്ന് തുടങ്ങുവാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. So guys, ഞങ്ങളിപ്പോൾ രാവിലെ അല്ല, ഒരു 12:45 ആയിട്ടുണ്ട്. 10 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. അപ്പം നമ്മൾ ഇന്ന് ആഷ്ഫോർഡ് ഇന്റർനാഷണൽ ഡിസൈനർ ഔട്ട്ലെറ്റിൽ പോവുകയാണ്. അപ്പം ഇവരൊക്കെ പറഞ്ഞു വെച്ച് നല്ല ഹൈപ്പ് ഉണ്ട്. എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ അവിടെ എന്താണ്, ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ല. ഇതുപോലെ ആയിരിക്കും നിങ്ങളും. അപ്പോൾ രാവിലെ പോയി നല്ല അടിപൊളി കടലക്കറിയും അപ്പവും ദോശയും ഒക്കെ തിന്നു നൈനുവിനെയൊക്കെ കുറച്ച് കളിപ്പിച്ചിട്ട് നമ്മളിങ്ങനെ യാത്ര തിരിക്കാൻ വേണ്ടിയിരിക്കണം. അപ്പോൾ അബി വെള്ളം വാങ്ങാൻ പോയിക്കുവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷം ഏകദേശം ഡോവറിൽ നിന്നും ആഷ്ഫോർഡിലേക്ക് 30 മിനിറ്റ്സ് ആണ് ഡ്രൈവ് ഉള്ളത്. ബസ്സിലാണ് പോകുന്നതെങ്കിൽ ഒരു 1 അവറിനുള്ളിൽ ബസ്സോ ട്രെയിനോ പിടിച്ച് പോകണമെങ്കിൽ നമുക്ക് എത്താം. ഇതാണ് കാണുന്ന ആഷ്ഫോർഡ് ഔട്ട്ലെറ്റ്. നമുക്ക് ഈ ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് അറൗണ്ടിൽ ഒരു 1 to 2 കിലോമീറ്റേഴ്സ് നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു ഔട്ട്ലെറ്റ് നല്ല പോലെ വിസിബിളാണ്. നല്ല രീതിയിൽ കാണാനും പറ്റും. ഇവർ പറഞ്ഞ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ വെച്ച് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു അതിനകത്ത് ചെല്ലാനും കാണാനും. സത്യം പറഞ്ഞാൽ ഒരു വക പോലും വാങ്ങരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അകത്ത് ചെന്നത്. ബിക്കോസ് ഞാനൊരു ബ്രാൻഡഡ് പേഴ്സണും അല്ല, പൈസ ചിലവാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആളുമാണ്. ബിക്കോസ് എൻ്റെ കയ്യിൽ അന്നേരം 1 രൂപ പോലും ഉണ്ടായിരുന്നില്ല. 1 രൂപ ഉണ്ടായിരുന്നതിനല്ല, മാക്സിമം നോക്കി ചിലവാക്കണം എന്നൊരു രീതിയായിരുന്നു. ഒന്നും വാങ്ങണ്ട, പോയി വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ചു വരാം എന്നുള്ളൊരു രീതിയായിരുന്നു എനിക്ക്. പക്ഷേ അതിനകത്ത് ചെന്നപ്പോൾ ഉള്ള കാര്യം എന്തായിരുന്നു എന്ന് ഈ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എന്തായാലും വണ്ടിയൊക്കെ പതിയെ പാർക്ക് ചെയ്ത് ഔട്ട്ലെറ്റിൻ്റെ ഈ മുൻഭാഗത്ത് നിന്നുള്ള, അതായത് പാർക്കിംഗ് ഏരിയയിൽ നിന്നുള്ള കുറച്ച് വ്യൂവും കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് വെച്ചാൽ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എത്രയാണെന്ന് ഈ വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഉടനീളം കാണുമ്പോൾ ഞാൻ എന്തൊക്കെ മേടിച്ചു, എവിടെയൊക്കെ പോയി, എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സത്യം പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് തികയത്തില്ല ഈ ഒരു ഔട്ട്ലെറ്റ് ഫുള്ളും കണ്ടു തീർക്കാനും ഓരോ സംഭവങ്ങൾ മേടിച്ച് കഴിക്കാനും കാണാനും. ഒരു ദിവസം തികയത്തില്ല. ഞങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ടൈമായിരുന്നു. ബിക്കോസ് അബിക്ക് തിരിച്ച് വന്ന് ഷിഫ്റ്റിന് പോകണം എന്നുള്ളത് കൊണ്ട് വളരെ ലിമിറ്റഡ് ടൈമിനുള്ളിൽ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വാങ്ങാനുള്ളതൊക്കെ മേടിച്ച് പെട്ടെന്ന് ഷടപടയെന്ന് ഞങ്ങൾ തിരിച്ച് വരുമായിരുന്നു. 1 to 2 hours മാത്രമാണ് ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തതെന്ന് പറയാം. ആയിട്ട് ഞങ്ങൾ കയറിയേക്കുന്നത് അഡിഡാസിലാണ്. അഡിഡാസിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് കോപ്പിറൈറ്റ് വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും ഞാൻ ഓൾമോസ്റ്റ് ഇല്ലാതെയാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ടീഷർട്ട് ഒന്നും എടുക്കാനില്ല. നമുക്കൊന്ന് ഷൂ സെക്ഷനിലേക്ക് പോയിട്ട് ഷൂവിൻ്റെ റേറ്റ് ഒന്ന് നോക്കാം. കാരണം എനിക്കൊരു അഡിഡാസിൻ്റെ ഷൂ എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഷൂ സെക്ഷൻ ഏതാ, വുമൻസ് ട്രെയിനിങ്ങിൻ്റെ ആണ് ഷൂ സെക്ഷനൊക്കെ വരുന്നത്. 35 പൗണ്ടേ ഉള്ളൂ ഗായ്സ്. 50 പൗണ്ടിൻ്റെ സാധനം 35 പൗണ്ട്. 30% ഓഫറിൽ ഇവരിട്ടേക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് ഓഫറുള്ള സാധനങ്ങളിത്. ഈ ഒരു സംഭവങ്ങളൊക്കെ 31, ഈ ഒരു ഹുഡിയൊക്കെ 41 പൗണ്ട് ഇതിനുള്ളൂ. ദെൻ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ. നമുക്ക് ഒരു ഷൂ തന്നെ നോക്കാം. 33 പൗണ്ട്. പക്ഷേ ഇത് കൊള്ളാമല്ലേ, ഈ ഷൂ കൊള്ളാമല്ലേ. 110 പൗണ്ടിൻ്റെ ഷൂ ആണ് 33 പൗണ്ട്. അയ്യോ, 100% ഓഫിലാണ് ഇട്ടേക്കുന്നത്. പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട്. ഒരു വൈറ്റ് ഷൂ വേണം എന്ന് എനിക്കില്ല, വേറെ ഒരു കളർ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. സോ
ഇത് ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു സൈഡിൽ എൻഡ് ചെയ്യുന്ന മാതിരിയാണ്. ഇപ്പോൾ ഞങ്ങൾ അഡിഡാസ് ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇതേ കണ്ടോ, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഇങ്ങനെ ഒരുപാട് പൂമ, അഡിഡാസ്, M&S, ഗുച്ചി, അത് ഇത് തുടങ്ങിയിട്ട് കുറേ ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് എല്ലായിടത്തും നമ്മളിപ്പോൾ അഡിഡാസിൽ കയറിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അഡിഡാസ് കൊള്ളാം, നല്ല ലാഭമുണ്ട്. ഞാൻ ഇതിൻ്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് ഇവരിവിടെ റേറ്റ് കുറച്ച് തരുന്നതിനുള്ള ആൻസർ ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം കേട്ടോ. Marshall, all the way at the other end on the top shelf. When I film. അടുത്ത് നമ്മൾ നിൽക്കുന്നത് നോർത്ത് ഫേസിലാണ്. നോർത്ത് ഫേസിൽ ഒരുപാട് കളക്ഷൻസും ഉണ്ട്, ഒരുപാട് നല്ല ഓഫറും ഉണ്ട്. ഇതൊക്കെ കണ്ടോ, ഈ ഒരു സംഭവമൊക്കെ 28 പൗണ്ടിന് ഒറിജിനൽ പ്രൈസാണ്. ഔട്ട്ലെറ്റ് പ്രൈസ് വന്നിട്ട് 18 പൗണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതായത് ഓരോ സൈഡിലും നോക്കിയാലും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു ഹുഡി, ഈ ഒരു ജാക്കറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനി ഫുള്ളും കറങ്ങി തിരിഞ്ഞിട്ട് വന്നിട്ട് എനിക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഒരിടത്തും വേറെ നല്ല കളക്ഷൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു ജാക്കറ്റ് എടുക്കും. പേഴ്സണലി എനിക്ക് ഈ ജാക്കറ്റ് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നോർത്ത് ഫേസിനെ ഓൾറെഡി എനിക്ക് നോർത്ത് ഫേസിൻ്റെ കമ്പനി ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ലുക്കാണ് ഇത് നോർത്ത് ഫേസിൻ്റെ കമ്പനി ഇട്ട് നടക്കുമ്പോഴത്തേക്കും. കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ട്. നൈനൊക്കെ ആണെങ്കിൽ ഭയങ്കര ക്യൂട്ടായിരിക്കും. പക്ഷെ അത്രയും ക്വാളിറ്റിയും ഉണ്ട് ഈ ഒരു ഡ്രസ്സിന്, ടീഷർട്ടിനും ബാഗിനും ഒക്കെ. സോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എന്നെ കണ്ടോ. സോ നമ്മൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലെവൈസിലാണ്. എനിക്കിതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് അറിയാം. ഞാൻ ഫസ്റ്റ് ലെവൈസ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ലെവൈസിലാണ് വന്നിരിക്കുന്നത്. അത് തെറ്റാണെങ്കിൽ എന്നെ പൊങ്കാലിടാൻ വരരുത് ഗൈസ്. ഇവിടെ ഒരുപാട് കിടിലൻ കളക്ഷൻസ് ഉണ്ട്. ഇവിടെ ഞാനൊരു ടീഷർട്ട് നോക്കുന്നുണ്ട്. ആ ടീഷർട്ട് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിഷി ചേച്ചി ആ ടീഷർട്ട് എടുത്ത് കൊടുക്കും. നിഷി ചേച്ചി ഇത് തന്നെ, ഇതിൻ്റെ യെല്ലോ കളർ നയൻതാര എവിടെയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു യെല്ലോ കളർ, അത് നിഷി ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ ഇവിടെ ഇല്ല. ഇതിനൊക്കെ എത്ര 12 പൗണ്ടേ ഉള്ളൂ ഗൈസ്. ഈ ഒരു ടീഷർട്ടിനൊക്കെ 12 പൗണ്ടുകൾ. ഇതിൻ്റെ യെല്ലോ കളർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ എടുത്തത്. കാരണം ഇവിടെ യെല്ലോ കളർ ഇല്ല. കാരണം നിഷേജിക്ക് ഇതിൻ്റെ യെല്ലോ കളർ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. കാരണം ഞങ്ങൾ 2-3 ഷോപ്പുകളിൽ പോയിട്ട് നോക്കിയതാണ് ഇതിൻ്റെ യെല്ലോ കളർ ഉണ്ടോ എന്ന്. പക്ഷേ യെല്ലോ ഇല്ല. ഷോ അത് ഭയങ്കര തീപ്പായി പാവം നിഷേജി. പിന്നെ ലെവൈസിൻ്റെ ഷൂ ആണ് ഞാൻ ഇട്ടേക്കുന്നത്. കണ്ടോ, ഭയങ്കര ഇഷ്ടമാണ്. നല്ല ബ്രാൻഡാണ്. നല്ല ഒരുപാട് കളക്ഷൻസൊക്കെ ഉള്ള നല്ല സൂപ്പർ ബ്രാൻഡാണ് ലെവൈസ്. ഇവിടെ അതെ, ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഒരു ജീൻസ് കണ്ടായിരുന്നു, ഒരു സ്ക്രാപ്പ് ജീൻസ്, ഒരു ഷോർട്ട്സ്. അതിന് 18 പൗണ്ട്, 18 പൗണ്ടേ ഉണ്ടായിരുന്നു ആ ഒരു സ്ക്രാപ്പ് ജീൻസ്. കൊള്ളാം, പക്ഷെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. ഞാൻ ആ ഒരു ഇത് നോക്കാം. ഈ ഒരു ഷോപ്പിൽ കയറുന്നത് വരെ ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. സാധനങ്ങളൊന്നും മേടിച്ചില്ല, എല്ലാം ചുമ്മാ കണ്ടു വരാം എന്നുള്ളൊരു രീതിയായിരുന്നു. പക്ഷേ ഇവിടെ കയറിയപ്പോൾ അയ്യോ, ഈ ഷോപ്പിൻ്റെ പേര് ഞാൻ അടുത്ത ഷോട്ടിലുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ മറന്നുപോയി. അബ്രകോംബി ഫിറ്റ്സിൻ്റെ സെക്ഷനാണ്. സത്യം പറഞ്ഞാൽ ഒരു ഡ്രസ്സിന് അവർ ഇട്ടേക്കുന്ന വിലയെക്കാളും 60% ഓഫും, നമ്മളവിടെ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ 10% ഓഫും, ടോട്ടൽ 70% ഓഫ്. ഇവർക്ക് ഇതിൽ നിന്ന് എന്ത് ലാഭമാണുള്ളത്? സോ ഇവിടെ കയറിയപ്പോൾ മുതൽ 2 ഡ്രസ്സ് എനിക്കങ്ങ് മെൻ്റലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ 2 ഡ്രസ്സ് ഏതൊക്കെയാണെന്ന് ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇതിൻ്റെ ഫുള്ള് ഞാൻ ഇവിടെ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചു എന്നൊക്കെ ഞാൻ അവിടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ 2 ഡ്രസ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ എക്സാക്ട് റേറ്റ്, ഒരു ഗ്രീൻ കളർ ഡ്രസ്സിൻ്റെ എക്സാക്ട് റേറ്റ് വന്നിട്ട് 108 പൗണ്ട്. അത് ഞാൻ മേടിച്ചത് 35 പൗണ്ട് സംതിങ്ങിനാണ് ഞാൻ മേടിച്ചത്.
സോ ഞാൻ ഈ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ മുതലാണ് പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിനു മുന്നേ ഞങ്ങൾ അഡിഡാസ്, നൈക്ക്, പൂമ എല്ലായിടത്തും കയറി. പക്ഷേ ഇവിടെ കയറിയപ്പോൾ മുതലാണ് ഞാൻ പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങന്നില്ല ഇങ്ങന്നല്ലാതെ 2-3 ഡ്രസ്സുകളെ ഞാൻ ഓടിച്ചാടി നടന്ന് മേടിക്കുന്നുണ്ടായിരുന്നു. പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടു. സോ ഗായ്സ്, ഞാനിവിടെ വന്നിട്ട് ഫസ്റ്റ് പർച്ചേസ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ മേടിച്ചത് ആംബ്രെകോംബി ആൻഡ് ഫിച്ചിയിൽ നിന്നാണ്. സോ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത ഡ്രസ്സിന് 110 പൗണ്ട്സ് എന്തോ ഉണ്ടായിരുന്നു. അതിൽ 60% ഓഫും എക്സ്ട്രാ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് 10% ഓഫും എനിക്ക് കിട്ടി. അപ്പോൾ 2 ഡ്രസ്സാണ് ഞാൻ എടുത്തത്. ഡ്രസ്സ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് രണ്ടും കൂടി നോർമൽ ഒരു എമൗണ്ട് നോക്കുവാണെങ്കിൽ 200 പൗണ്ട്സിന് സംതിങ് ആയി. പക്ഷേ എനിക്കിത് കിട്ടിയത് വെറും 45 പൗണ്ട്സിനാണ്. നോർമലായിട്ട് അവർ 60% ഓഫ് രണ്ടിനും കുറച്ചതിന് ശേഷം 10% ഡിസ്കൗണ്ടും കൂടി, അതായത് മെമ്പർഷിപ്പ് എടുക്കുന്നതിന് 10% ഡിസ്കൗണ്ട് കൂടി തന്നു. ബില്ലൊക്കെ ഉണ്ട്, തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. 45 പൗണ്ട് കണ്ടോ, 45 പൗണ്ടിന് എനിക്ക് കിട്ടി. അപ്പം അടുത്ത ഷോപ്പിങ്ങിലേക്ക് പോകാം. സോ ഇപ്പോൾ ഗേൾസിനെല്ലാം ഇഷ്ടപ്പെട്ടൊരു സെക്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്കെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കോസ്മെറ്റിക്സ് വേൾഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് ബ്രാൻഡ്സ്, നമ്മുടെ മാക്ക്, ഒറിജിനൽസ്, പിന്നെ ഒരുപാട് യുണീക്കായിട്ടുള്ള ബ്രാൻഡ്സിലുള്ള ഒരുപാട് സംഭവങ്ങൾ കിട്ടും. ലിപ്സ്റ്റിക്സ്, ഷെയ്ഡ്സ്, പിന്നെ നമ്മുടെ ഫൗണ്ടേഷൻസ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഓക്കെ, ഇതെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ട്രയൽ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ എന്തായാലും എപ്പോഴും പോകുന്നൊരു സെക്ഷൻ ഇതായിരിക്കും, ലിപ്സ്റ്റിക് സെക്ഷനിലായിരിക്കും നമ്മളെപ്പോഴും പോകുന്നത്. മാക്കിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതും ഭയങ്കര ചീപ്പായിട്ടുള്ള റേറ്റിലാണ് കിട്ടുന്നത് കേട്ടോ. കോസ്മെറ്റിക്സ് ആണെങ്കിലും എല്ലാ സാധനങ്ങളും ഭയങ്കര ചീപ്പായിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരുപാട് നല്ല ബ്രാൻഡിൻ്റെ നല്ല യുണീക്കായിട്ടുള്ള കളേഴ്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ന്യൂഡ് കളേഴ്സ്, അല്ലാതെ ഷെയ്ഡ്, പലതരം ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള കളേഴ്സൊക്കെ ഭയങ്കര യുണീക്കായിട്ടുള്ള റേറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ റേറ്റ് ഇതൊക്കെ ഇത് 17 പൗണ്ടുകൾ, 25 പൗണ്ടിൻ്റെ സാധനമാണ്. ഇത് 25 പൗണ്ടിൻ്റെ സാധനമാണ് 17 പൗണ്ടിന് കിട്ടുന്നത്. ഈ ഒരു മസ്കാരയെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് അതെ 25 പൗണ്ടിൻ്റെ 17 പൗണ്ടിനാണ് അവർ ഈ ഒരു മസ്കാര നമുക്ക് തരുന്നത്. അങ്ങനെ ഒരുപാട് ഇവൻ ബെറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇതും ഒരു ഫൗണ്ടേഷൻ ബേസ്ഡ് ആണ്. ഇതും റേറ്റ് എനിക്കറിയില്ല, റേറ്റ് ഇതിലുണ്ടാവും റേറ്റ്. സോ അടുത്ത വന്നിട്ട് നമുക്ക് ടോം ഫ്രോഡിൻ്റെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ടോം ഫ്രോഡിൻ്റെ ഈ ഒരു സാധനം നമ്മൾ മറ്റേ ഇതെനിക്ക് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇതും കോസ്മെറ്റിക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന, എന്നെ പോലെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ഈ ഒരു ഔട്ട്ലെറ്റ് ഒരു ബെനിഫിറ്റാണ്. ഞാൻ എന്താ വാങ്ങുന്നതെന്ന് അറിയത്തില്ല, ഞാൻ മേടിച്ചിട്ട് കാണിച്ചു തരാം. കുറേ സ്ഥലത്ത് കയറി കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയത്തില്ല ഇതൊക്കെ കോപ്പി റൈറ്റ് വരുമെന്ന്, ബിക്കോസ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതെല്ലാം നോക്കി 60% ഓഫർ ഉണ്ട്. പിന്നെ സെയിൽ ഈ സമ്മർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. നമുക്ക് പോവേണ്ടത് എൻ്റെ അടുത്ത സ്പോട്ട് എത്തി, ദ പെർഫ്യൂം ഷോപ്പ്. ഇവിടെ എനിക്ക് ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡിൻ്റെ ഒരു കിടിലൻ പെർഫ്യൂം വാങ്ങണമെന്ന് എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ഞാനിങ്ങോട്ട് പോകുവാണ്. ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓരോരോ പെർഫ്യൂമിൻ്റെ റേറ്റ് എത്രയാണെന്ന്. 12 പൗണ്ടൊക്കെ ഉള്ളൂ സിഗ്നേച്ചറിൻ്റെ പെർഫ്യൂം. പിന്നെ ഇവിടെ കണ്ടോ, ഈ ഒരു പെർഫ്യൂമൊക്കെ 35 പൗണ്ടിൻ്റെ പെർഫ്യൂം നമുക്ക് 9.90, അത് 10 പൗണ്ടിന് തരുന്നു. അതായത് 14ൻ്റെ പെർഫ്യൂമൊക്കെയാണ് നമുക്കിവർ ഭയങ്കര റേറ്റ് കുറച്ച് തരുന്നത്. ഐ തിങ്ക് ഇറ്റ് വാസ് സോ, നമുക്കത് ഭയങ്കര ബെനിഫിറ്റാണ് കേട്ടോ. നെക്സ്റ്റ് പോയത് ഇത് ബ്യൂട്ടി ഷോപ്പ് ഔട്ട്ലെറ്റിൽ നിന്നാണ്. ബ്യൂട്ടി ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ലണ്ടനിലെ ഒട്ടുമിക്ക സ്ഥലത്തുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഓഫറാണ് കേട്ടോ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര ഓഫറാണ്. പക്ഷേ നമ്മൾ ഫേസിലിടുന്ന സാധനങ്ങളും കോസ്മെറ്റിക്സ് ഒന്നും ഇവിടുന്ന് മേടിക്കാതിരിക്കുന്നത് നല്ലതാണ്. നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ടിഷ്യൂ, പിന്നെ നമുക്ക് അത്യാവശ്യം വലുതായിട്ട് നമ്മൾ ഫേസിലിടാത്ത കാര്യങ്ങളൊക്കെ ഇവിടുന്ന് മേടിക്കുന്നതായിരിക്കും. നെയിൽ പോളിഷ്, അത് ഇതൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ക്വാളിറ്റി ഇല്ലെന്നല്ല, സത്യം പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ, കമ്മൽ, മാല, പിന്നെ നെയിൽ എക്സ്റ്റൻഷൻസ്, ഹെയർ എക്സ്റ്റൻഷൻസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ കിട്ടും. എന്നാലും ഞാൻ ഇവിടുന്ന് ഒരു ഹെയർ മിസ്റ്റും പിന്നെ ഒരുപാട് സാധനങ്ങൾ നോക്കി. പിന്നെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് നെയിൽ പോളിഷും അതും ഇതൊക്കെയാണ് ഞാൻ എടുത്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനകം നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഗേൾസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. കയറുമ്പോൾ തന്നെ നമുക്ക് കാണാനും നോക്കാനും ഒക്കെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ നിറഞ്ഞിരിക്കും. കളർഫുള്ളായിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു സന്തോഷമാണ്. എന്ത് രസം എന്നൊക്കെ പറഞ്ഞിട്ട്.
ഞാൻ പിന്നെ ഐലൈനറോ ഫൗണ്ടേഷനോ അങ്ങനത്തുള്ള സാധനങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഒരു സാധനം ഞാൻ എടുത്തു, ഫേസിലിടുന്ന നമുക്കൊരു ഗ്ലേസിങ് ഉള്ളൊരു ഫൗണ്ടേഷൻ. അത് ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. സോ അത് മാത്രം ഞാൻ എടുത്തു. കാജലൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഇത്തവണ ചേട്ടൻ വന്നപ്പോൾ കൊണ്ടുവരാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു വിട്ടായിരുന്നു. അതുകൊണ്ട് കാജലൊന്നും എക്സ്ട്രാ മേടിക്കേണ്ട ആവശ്യം എനിക്ക് വന്നില്ല. പക്ഷേ ആന കരിമ്പൻകാട്ടിൽ കയറിയ പോലെന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ എന്തൊക്കെയോ അന്വേഷിച്ച് നടക്കുമായിരുന്നു ഞാൻ. ഫുഡിൻ്റെ കാര്യത്തിൽ സ്നാക്സ് ഐറ്റം വരുമ്പോൾ ഞാനൊരു സ്വീറ്റ് പേഴ്സൺ അല്ല. ലഡു, ജിലേബി അങ്ങനെ മധുരമുള്ള സാധനങ്ങൾ വലുതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ലഡുവും ജിലേബിയും തീരെ കഴിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ചൂരോസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം എൻ്റർലി എനിക്ക് എല്ലാ സ്വീറ്റിനേക്കാളും ഇഷ്ടമാണ്. ഇത് നമ്മൾ ചോക്ലേറ്റ് മുക്കി കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ അത് നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. പേഴ്സണലി എനിക്ക് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ക്രിസ്മസ് മറ്റേ വിൻ്റർ മാർക്കറ്റൊക്കെ വരുന്ന സമയത്ത്, വിൻ്റർ വണ്ടർല വരുന്ന സമയത്ത്, ലണ്ടനിൽ പോയി വിസിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതെവിടെ കിട്ടുമോ അവിടെ നിന്നൊക്കെ ഞാൻ ഇത് മേടിച്ച് കഴിക്കുന്ന ഒരു പേഴ്സണാണ്. എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു റൗണ്ട് ചുമ്മാ നടന്നപ്പോഴേ എനിക്ക് പൂമേൻ്റെ ഒരു ഷൂ നല്ല ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ലുക്ക് ഇംപ്രഷൻ എന്ന് തന്നെ പറയാം. എനിക്ക് പേഴ്സണലി ആ ഷൂ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അബി പറഞ്ഞു അപ്പോഴത്തെ പൂമേൻ്റെ വേറൊരു ഷോപ്പ് ഉണ്ട്, അവിടെ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നത്. ഇതും ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ആ പൂമയെ പോയി നോക്കാമെന്ന്. ആ പൂമയെ പോയി നോക്കിയപ്പോൾ ഒരു കളക്ഷൻ പോലും ഇഷ്ടപ്പെട്ടതായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നടന്ന് എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ് തിരിച്ച് ഈ പൂമയിൽ ഞങ്ങൾ വന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഷൂവിൻ്റെ സൈസ് ഞാൻ ഒന്ന് ഇട്ട് നോക്കുന്നതാണ്. ഏകദേശം 80 പൗണ്ടിൻ്റെ ഷൂ ആണ്. എനിക്ക് കിട്ടിയത് വെറും 40 പൗണ്ടിനാണ്. എനിക്ക് പേഴ്സണലി ഈ ഒരു ഷൂ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് വാങ്ങാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. എനിക്ക് ഇമാതിരി ക്ലോത്തിൻ്റെ ഷൂ ഇല്ല. എനിക്ക് പൂമേൻ്റെ തന്നെ രണ്ടാമത്തെ ഷൂ ആണിത്. പൂമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ ഞങ്ങൾ കറങ്ങി എത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ കുറേ സാധനങ്ങൾ മേടിച്ചു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ ഓൾറെഡി മേടിക്കണം എന്നൊക്കെ വിചാരിച്ച് വെച്ചിരുന്ന സാധനമാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് വളരെ 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 നന്ദി. ഒരുപാട് ബ്രാൻഡ്സ് മീൻസ് ഒരുപാട് ബ്രാൻഡ്സ് വളരെ ക്വാളിറ്റിയിൽ തരുന്ന സംഭവങ്ങളുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറവെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് വീഡിയോൻ്റെ അവസാനം ഉണ്ടാവും കേട്ടോ. അവസാനം വരെ കാണും കേട്ടോ. എന്തുകൊണ്ടാണ് ഇവിടെ റേറ്റ് കുറവെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം ഞങ്ങളിപ്പോൾ നേരെ കാറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഇവിടെ നല്ല തിരക്കുണ്ട്. ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു പ്ലേസും കൂടിയാണ് ഇത് കേട്ടോ. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പം ഏകദേശം 4 മണിയായി. ഞങ്ങൾ ഏകദേശം ഒരു 2 മണിക്ക് അവിടെ എത്തിയതാണ്. പിന്നെ അബിക്ക് 4 മണിക്ക് അവന് ഡ്യൂട്ടിക്ക് കയറണമായിരുന്നു. അപ്പോൾ അവൻ അവിടെ വിളിച്ചിട്ട് 1 അവർ താമസിക്കുമെന്ന് എനിക്ക് വേണ്ടി പറഞ്ഞായിരുന്നു. അതിന് അവനൊരു ബിഗ് താങ്ക് യു. സത്യം പറഞ്ഞാൽ ഈ ഒരു ഷോപ്പിംഗ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഞാനാണ്. ഇവർക്ക് ഏകദേശം എപ്പോഴും വരാനുള്ളത് കൊണ്ട് അവരാരും അധികം ഒന്നും മേടിച്ചില്ല. അപ്പോൾ ഞാൻ ഇത്രയും ദൂരത്തുനിന്ന് വരുന്നുണ്ട്, ഇനി വരാൻ ചാൻസ് കിട്ടുമോ എന്ന് അറിയാത്തതുകൊണ്ടും എനിക്ക് കണ്ടതും കാണാത്തതും ഇഷ്ടപ്പെട്ട ഒരുപാട് സാധനങ്ങൾ ഞാൻ മേടിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ആദ്യമേ, 1 രൂപ പോലും ചിലവാക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് വന്നതെന്ന്. പക്ഷേ എന്നെ കൊണ്ടത് മാനേജ് ചെയ്യാനേ പറ്റിയിട്ടില്ല. വാരി വലിച്ച് ഞാൻ ഒരുപാട് സാധനങ്ങൾ മേടിച്ചു. എന്തൊക്കെയാണ് ഞാൻ മേടിച്ചതെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്തൊരു ഷോപ്പിംഗാണിത്. ഓരോരുത്തർ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് കയ്യിൽ ഒരുപാട് കവറൊക്കെ കൊണ്ടിറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ എന്നാ ഇങ്ങനെ ബ്രാൻഡഡൊക്കെ ആയിട്ട് ഷോപ്പ് ചെയ്യുന്നത്. ഇത്രയും വലിയ ബ്രാൻഡ് സാധനങ്ങൾ ഇത്രയും ചീപ്പായിട്ട് പർച്ചേസ് ചെയ്ത ഒരേ ഒരാൾ ഞാൻ തന്നെ ആയിരിക്കും. ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ തകർത്തിട്ടുണ്ട്. എന്നാലും എനിക്കിത് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഒരു തവണയെങ്കിലും നിങ്ങളിവിടെ വന്ന് ഷോപ്പ് ചെയ്യുക. നിങ്ങളൊരു ബ്രാൻഡഡ് പേഴ്സൺ അല്ലെങ്കിൽ പോലും എന്നെ പോലെ ഒരു ബ്രാൻഡഡ് പേഴ്സൺ അല്ലെങ്കിൽ പോലും നിങ്ങൾ ഒരു തവണ വന്ന് ഇവിടെ ഷോപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെടും. വീണ്ടും ഞാൻ 1 വർഷം കഴിഞ്ഞിട്ട് ഡോവർ എപ്പോഴും വിസിറ്റ് ചെയ്യുവാണെങ്കിൽ ആഷ്ഫോർഡിലുള്ള ഈ ഇൻ്റർനാഷണൽ ഔട്ട്ലെറ്റ് ഞാൻ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യും. കാരണം എനിക്കും മേടിക്കാൻ ഇനിയും ഉണ്ട് ഒരുപാട് സാധനങ്ങൾ. അതും ഇത്രയും റേറ്റ് കുറവിൽ ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കാൻ പറ്റുമെന്ന് പേഴ്സണലി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഇതിന് ചുറ്റും ഒരു റൗണ്ടൊക്കെ കറങ്ങുവാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് പാർക്കിംഗ് വരുന്നത്. പാർക്കിംഗ് നിന്ന് കാണുമ്പോഴുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഞങ്ങൾ പുറത്തിറങ്ങുവാണ്. സോ സത്യം പറഞ്ഞാൽ വീണ്ടും ഞാൻ പറയണം, എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എത്രയായിരുന്നു എന്ന് നിങ്ങൾ ആദ്യം കണ്ടതായിരിക്കുമല്ലോ. സൂപ്പർ. കുറേ സാധനങ്ങൾ നമ്മൾ മേടിച്ചു. ഇപ്പം ഞങ്ങൾ ഏകദേശം വീടെത്തി. സമയം 5 മണിയായി. ഞങ്ങളൊരു 1 മണിക്ക് ഇറങ്ങിയത്, 1-1:30 ആയപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ്. ഇപ്പം 5 മണിയായി. പുറകിട്ടുന്നാടാ വീടല്ലേ. ഇപ്പോൾ ഒരു 5 മണിയായി. കുറേ സാധനങ്ങൾ മേടിച്ചു. സത്യം പറഞ്ഞാൽ
ഈ സാധനങ്ങളൊക്കെ ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചതാണ്, അല്ലാണ്ട് ചെന്ന് കണ്ടാക്കണം മുറിച്ച് മേടിച്ചതല്ല. പക്ഷെ പോകാനുള്ളൊരു സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമുക്കിതിപ്പോൾ ഒരു പ്ലേസിൽ നിന്നാണ് കിട്ടിയത്. അല്ല നമ്മളിപ്പോൾ കോൺട്രിയിൽ നിന്നൊക്കെ ചെന്നൊരു ഷോപ്പിംഗ് നടത്തുകയാണ്. ചിലത് ഓൺലൈനായിരിക്കും മേടിക്കുന്നത്, ചിലത് സിറ്റി സെൻറ്ററിൽ പോയിട്ട് ബോഡി ഷോപ്പിൽ നിന്നോ അല്ല പെർഫ്യൂം ഷോപ്പിൽ നിന്നൊക്കെ ആയിരിക്കും മേടിക്കുന്നത്. ഓരോരോ സ്ഥലത്ത് നമ്മൾ പോവേണ്ടി വരും. പക്ഷേ ഇത്രയും ചീപ്പായിട്ട് ഒരുപാട് സാധനങ്ങൾ ഇത്രയും വില കുറവിൽ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് കിട്ടുന്നത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. സോ ലണ്ടനിൽ ഉള്ളവർക്ക് മാക്സിമം വരാം. ഒരുപാട് പേര് വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ അവിടെ ഷോപ്പിങ്ങിന് വരുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും ഡൗട്ടായിരിക്കും എന്തുകൊണ്ട് ഇത്രയും റേറ്റ് കൂടിയ സാധനങ്ങൾ ഇത്രയും ചീപ്പായിട്ട് കിട്ടുന്നത്. 80 പൗണ്ട് 60 പൗണ്ടിൻ്റെ പൂമേൻ്റെ ഒരു ഷൂ ആണ് എനിക്ക് 40 പൗണ്ടിന് കിട്ടിയത്. ബിക്കോസ് അതിൽ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്നും മൈന്യൂട്ടായിട്ടുള്ള ഇറേഴ്സ് ഉള്ള ഐറ്റംസ് ആണ് അവർ ഇവിടെ കൊണ്ടുവന്ന് റേറ്റ് കുറയ്ക്കുന്നത്. എന്ന് പറഞ്ഞ് നമുക്ക് ഫോൾട്ടായിട്ടുള്ള ഒരു ഐറ്റം അല്ല കിട്ടുന്നത്. നമുക്ക് ആ ഇറർ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആർക്കും കണ്ടാൽ പെട്ടെന്നൊന്നും മനസ്സിലാവത്തില്ല. കണ്ടാലെന്നല്ല, പെട്ടെന്നല്ല, ഒട്ടും മനസ്സിലാവത്തില്ല. ഷൂവും വേറെ എന്തൊക്കെയോ 1-2 സാധനമാണ് ഇങ്ങനെ ഇറേഴ്സ് ഉള്ളത്. ബാക്കിയുള്ള പെർഫ്യൂം ആണെങ്കിലും അല്ല ഞാൻ മേടിച്ച കോസ്മെറ്റിക്സ് ആണെങ്കിലും എല്ലാം റിയൽ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ്. സോ നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ റേറ്റ് കുറവായിട്ട് ഇങ്ങനെ മന്ത്ലി അല്ലെങ്കിൽ 2 monthsലൊക്കെ ഒരിക്കൽ പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ബ്രാൻഡഡ് ആയിട്ട് പർച്ചേസ്. ഞാൻ സംഭവം അങ്ങനെ ബ്രാൻഡ് പേഴ്സണേ അല്ലെന്ന് നിങ്ങൾക്കറിയാം. ചിലതൊക്കെ കിട്ടുമ്പോൾ ഇടും, അങ്ങനെ അല്ലാണ്ടൊരു ബ്രാൻഡ് പേഴ്സണേ അല്ല. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നവർ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വില കുറവിൽ വേണം, ഇഷ്ടമാണ് എന്നുള്ളവർക്കൊക്കെ ഇതൊരു മസ്റ്റ് സ്പോട്ടാണ്. ഞാൻ അകത്ത് ചെന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ മേടിച്ചത്. ഇനിയും കുറേ സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിച്ച് തീർക്കാൻ പാടില്ല. വി ഹാവ് നോ മണി. സോ ഞാൻ മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചത്. ഇതൊക്കെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ബിക്കോസ് ഞാൻ കുറേ നാട് കൊണ്ട് മേടിക്കണം എന്ന് വിചാരിച്ച കുറച്ച് സാധനങ്ങളാണ് ഞാനിപ്പോൾ മേടിച്ചേക്കുന്നത്. ഫസ്റ്റ് തന്നെ കുറേ നാളോട് മേടിക്കണം എന്ന് വിചാരിച്ച ഷൂ ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് നൈക്കോ അഡിഡാസോ ആയിരുന്നു. പിന്നെ പൂമേന്റെ ഷൂ എനിക്ക് ഓൾറെഡി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു 1-2 ഷൂ ഉണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇത് പെട്ടെന്ന് കണ്ട് ഒരു സെലക്ഷൻ പോലും ഇല്ലായിരുന്നു. അത് ആ ഷോപ്പിനകത്ത് കയറി പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പിടിച്ചു. ഞാൻ പെട്ടെന്ന് എടുത്തതാണ്. ബിക്കോസ് ഈ ഒരു ഷൂവിൻ്റെ മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് അഴുക്കൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നോക്കുന്ന ഷൂ ഒക്കെ വാങ്ങാൻ സമയത്ത്. ഈ ഒരു ഷൂ 60 പൗണ്ട് 80 പൗണ്ട് 80 or 60 പൗണ്ടാണ്. ഇതെനിക്ക് കിട്ടിയത് വെറും 40 പൗണ്ട്സിനാണ്. അപ്പം എൻ്റെ സൈസ് 6 ആണ്. ഈ ഷൂ ആണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് മേടിച്ചത് പൂമിക്ക്. അപ്പം അടുത്ത എല്ലാം ഞാൻ കാണിച്ചു തരാം. അടുത്ത വാങ്ങിച്ചത് ദ കോസ്മെറ്റിക്സ് കമ്പനി സ്റ്റോറിൽ നിന്നും. ഈ ഒരു കോസ്മെറ്റിക് കമ്പനി സ്റ്റോറിൽ ഒരുപാട് കോസ്മെറ്റിക്സിൻ്റെ ബ്രാൻഡ്സ് ഉണ്ട്. മാക്ക് ഉണ്ട്, പിന്നെ ഓർഡിനറി ഉണ്ട്, അങ്ങനെ കുറേ ബ്രാൻഡുണ്ട്. ഞാൻ പേഴ്സണലി എനിക്ക് മേടിക്കണം എന്ന് വിചാരിച്ച 2 സാധനങ്ങളാണ് ഞാൻ ഇവിടുന്ന് മേടിച്ചത്. അതും 2 ഓർഡിനറിൻ്റെ ബ്രാൻഡാണ്. ഒരുപാട് നല്ല ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ മേടിച്ച 2 ഓർഡിനറി ബ്രാൻഡാണ്. ഒന്ന് ഗ്ലൈക്കോളിക് ആസിഡ് ക്രീമിൻ്റെ ക്ലെൻസറാണ്, പിന്നെ ഒന്ന് ഒരു സിറമാണ്. മറ്റേ വിറ്റാമിൻ എഫിൻ്റെ HFF എന്ന് പറയുന്ന ഒരു ലൈക്ക് ഡാർക്ക് സ്പോട്സിൻ്റെയും പിന്നെ നമ്മുടെ വിറ്റാമിൻ പ്രോബ്ലംസിൻ്റെയൊക്കെ നമ്മുടെ മുഖത്തുള്ള ബ്ലെമിഷിങ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു സിറം നല്ല ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നി. അവിടെ ഇങ്ങനെ റിവ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫോണിൽ നോക്കിയപ്പോൾ നല്ല റിവ്യൂ ഉള്ളൊരു സിറം ആയിരുന്നു. ഞാനൊരു ഓർഡിനറി പേഴ്സൺ അല്ല. ബിക്കോസ് ഈ ഒരു ബ്രാൻഡിന്റെ ഒരുപാട് സാധനങ്ങൾ കിട്ടിയത് ഞാൻ മേടിച്ചിട്ടില്ല. പക്ഷെ എന്തോ എനിക്കിത് ഈ ഒരു ക്രീമിന്റെ ഗ്ലൈക്കോളിക് ആസിഡിന്റെ ക്ലെൻസർ അത്യാവശ്യമായിരുന്നു. ബിക്കോസ് നമുക്ക് പിമ്പിളിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇത് നമുക്ക് നല്ലതാണ്. ഓക്കെ, അടുത്ത ഞാൻ വാങ്ങിച്ചത് ഇതിന്റെ ബ്യൂട്ടി ഔട്ട്ലെറ്റോ ബ്യൂട്ടി ഔട്ട്ലെറ്റ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഇവിടുന്ന് ഞാൻ ഫസ്റ്റ് തന്നെ മേടിച്ചത് ഒരു പെർഫ്യൂമാണ്. ഈ ഒരു പെർഫ്യൂം ഭയങ്കര കോസ്റ്റ്ലി ഒന്നുമല്ല, ഭയങ്കര ബ്രാൻഡഡ് ഒന്നുമല്ല. പക്ഷെ എനിക്ക് ആ ഒരു മണം ലോങ് ലാസ്റ്റിങ്ങും ആയിരിക്കത്തില്ല. പെട്ടെന്ന് മണം കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടും. ഈ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഭയങ്കര ചീപ്പാണ് കേട്ടോ. ഭയങ്കര ചീപ്പായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് വാങ്ങിച്ചത്. ഈ ഒരു പെർഫ്യൂം, പിന്നെ ഒരു ബ്ലഷ്, സമ്മർ ബ്ലഷ്. ഈ ഒരു ബ്രൗൺ കളർ ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചു കുറേ നാളായി.
ബ്രൗൺ കളർ, പിന്നെ ഒരു വൈറ്റ്സ്, ഇത് കാറിലിടാനുള്ളതായിരുന്നു, ഒരു വൈറ്റ്സ്, പിന്നെ ഒരു ലിബാം എൻ്റെ കയ്യിലില്ല, തീർന്നു പോയതുകൊണ്ട് ലിബാം, പിന്നെ സാലിസിലിക് ആസിഡിന്റെ പാഡ്സ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാനും പിന്നെ ക്ലെൻസ് ചെയ്തിട്ട് നമുക്കൊന്ന് ടോണറായിട്ട് യൂസ് ചെയ്യാനും ഇത് നമുക്ക് വേണം. ഇത് നല്ലതാട്ടോ, ഇതൊരു 5 to 6 പൗണ്ട് എന്തോ സംഭവമായി, പക്ഷെ ഇത് കിടിലോ, ഞാൻ കുറെ നാളോട് വാങ്ങണമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ മെയിൻ സാധനം നെയിൽ പോളിഷ്, 1 2 എത്രയോ 3 കളർ ഉണ്ട്, 3 ഭയങ്കര ക്യൂട്ട് കളേഴ്സാണ്, മാറ്റ് ഫിനിഷ് വരുന്ന കളറാണ്. ഇപ്പൊ തന്നെ അതിനൊരു തീരുമാനമായ, കാരണം ഇപ്പം ഈ ഇടയ്ക്ക് ഞാൻ നഖം വളർത്തി തുടങ്ങിയിട്ടുണ്ട്, പിന്നെ നാളെ നമുക്ക് ഫംഗ്ഷനും പ്രോഗ്രാമൊക്കെ ഉണ്ട്, അപ്പൊ ഇതിൽ നല്ല കളറ് നല്ല ക്യൂട്ട് ആയിട്ടിട്ടോട് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഞാൻ മേടിച്ചത് 2 ഹെയർ മിസ്റ്റ് ആണ്, ബോഡി മിസ്റ്റും ഹെയർ മിസ്റ്റും രണ്ടും കൂടെ ചേർന്നാണ്. അപ്പൊ രണ്ടിനും നമ്മൾ സെപ്പറേറ്റ് വാങ്ങണ്ടല്ലോ. അപ്പൊ ഇത് ഒരു ഓഫർ ഉണ്ടായിരുന്നതാണ്, 2 എണ്ണം 5 പൗണ്ട്, ഒരെണ്ണം 299 3 പൗണ്ട്, അപ്പൊ 2 എണ്ണം 5 പൗണ്ട് ആയതുകൊണ്ട് മേടിച്ചതാണ്. ഇത് രണ്ടും നല്ല മണം കേട്ടോ, ഞാൻ അവിടെ ചെന്ന് മുടിയിലൊക്കെ അടിച്ചു നോക്കിയിട്ടാണ് ഞാൻ മേടിച്ചത്. അടുത്തത് മേടിച്ചത് ഇതൊരു ലിപ് ടിന്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ലൈക്ക് ഒരു മോയിസ്റ്റ് ആയിട്ട് എപ്പോഴും ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. പിന്നെ ഇതൊരു ഫൗണ്ടേഷൻ ഗ്ലിസ്റ്റ്, അത് നമുക്കിങ്ങനെ എപ്പോഴും ഗ്ലോസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അടുത്ത വാങ്ങിച്ചത് കുറേ നാൾ കൊണ്ട് വാങ്ങണം എന്ന് വിചാരിച്ചതാണ്. ദ പെർഫ്യൂം ഷോപ്പിൽ നിന്ന് 3 പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര ചീപ്പായിട്ട് കിട്ടിയതാണ്. 30 പൗണ്ടിന്റെ 40 പൗണ്ടിന്റെ പെർഫ്യൂം ഒക്കെ വെറും 9.99, അതായത് 10 പൗണ്ട് 30 പൗണ്ട്സ് അല്ലെങ്കിൽ 20 പൗണ്ട് ഡിസ്കൗണ്ടിൽ കിട്ടുന്നതാണ്. ഏതോ 2 എണ്ണം, ഇത് 2 എണ്ണം. ഇത് ഇച്ചിരി എന്തോ റേറ്റ് ഒന്നും തോന്നുന്നു, എനിക്കറിയില്ല, ഓർമ്മയില്ല. ഇതും പക്ഷെ ഇത് ഞാൻ വാങ്ങിച്ചത് കാണാനും കൊള്ളാം, ബ്ലൂ കളറിൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അങ്ങനെ 3 പെർഫ്യൂമാണ് വാങ്ങിച്ചത്. ഇത് അറൗണ്ട് എല്ലാം കൂടി 30-35 പൗണ്ട്സ് സംതിങ് എന്തോ ആയി. അടുത്തതാണ്, ഇത് ഞാൻ നിങ്ങൾ ഇപ്പൊ കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല, പക്ഷേ ഇതാണ് ഞാൻ ഫസ്റ്റ് ഷോപ്പ് ചെയ്ത സാധനം, ഫസ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്ത സാധനം. ഭയങ്കര ക്യൂട്ടായിട്ടില്ല, എനിക്കിത് കറക്റ്റ് ആണെന്ന് പോലും അറിയത്തില്ല, പോയിട്ട് ഇട്ടോണം. പിന്നെ ബാക്കിൽ ലാസ്റ്റിക് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇത് മേടിച്ചത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്തവണ നമ്മുടെ അൽബേനി ട്രിപ്പിലെ സ്റ്റാർ. പിന്നെ ഇതിന്റെ മാച്ച് ആയിട്ടുള്ള ഷൂ ആണ് നമ്മുടെ മൂവ്മെന്റ് ഷൂ. പിന്നെ ഞാൻ ഈ ഒരു ഇതും കൂടെ മേടിച്ചു കേട്ടോ, കണ്ടോ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് പാർട്ടിക്കൊക്കെ പോകുമ്പോഴൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് രണ്ടിൻ്റെയും എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പർച്ചേസ് ചെയ്തതിൽ കുറച്ച് നല്ല ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഷോപ്പിലാണ്. ബിക്കോസ് ഇവർ ഇതിന് രണ്ടിനും ഒന്നിന് 60% ഓഫറും തരുന്നുണ്ട്. പിന്നെ നമ്മൾ പിന്നെ 2-3 ഷോപ്പിലൊക്കെ നമ്മൾ മെമ്പർഷിപ്പ് കാർഡ് എടുക്കുമ്പോൾ 10 to 20% ഓഫ് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് 10% ഓഫറാണ് കിട്ടിയത്. പിന്നെ ബോഡി ഷോപ്പിൽ നിന്നും കോസ്മെറ്റിക്സ് സ്റ്റോറിൽ നിന്നും നമുക്ക് 20% ഓഫർ കിട്ടി. മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാം ഓഫ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ അല്ലാണ്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ പോയി ചെയ്യുവാണെങ്കിൽ നമ്മൾ കുറേ പൈസയൊക്കെ പോയേനെ. സോ ലണ്ടനിലുള്ളവർക്ക് ഇല്ല, ഒരുപാട് ഇങ്ങനെ കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ ബ്രാൻഡഡ് ഐറ്റം പർച്ചേസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് പ്ലേസ് ആണ്. അപ്പം ഉറപ്പായിട്ടും ഒരു തവണ നിങ്ങൾ വിസിറ്റ് ചെയ്തോളൂ. ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും ഇപ്പം ഇത്രയും മതി, പിന്നീട് വന്ന് വാങ്ങാൻ എൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ടായിരുന്നു. സോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇതുപോലെ പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ആഷ്ഫോർഡിലുള്ള ഈ ഡിസൈനർ ഔട്ട്ലെറ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിരിക്കുക. 2, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടാതെ നീരജ ആമോസ് യൂട്യൂബ് ചാനലോടൊപ്പം നീരജ ആമോസ് ഇൻസ്റ്റ ID സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ ഫ്രം നീരജ ആമോസ്.